നമസ്കാരം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധി. അപ്പൊ ഇത്രയും നാളും മക്കൾ അവകാശപ്പെട്ടിരുന്നത് സമാധി തുറന്നു കഴിഞ്ഞാൽ അച്ഛന്റെ ശക്തി നഷ്ടപ്പെടുമെന്നാണ്. പക്ഷെ ശക്തി എങ്ങും പോയിട്ടില്ല, അച്ഛന് ശക്തി കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മഹാസമാധി ഇരുത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് മക്കള് മാത്രമല്ല, മക്കളുടെ കൂടെ വേറെ കുറെ ആൾക്കാരും കൂടി ചേർന്നിട്ടുണ്ട്. അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ തലകീഴായിട്ട് മറിഞ്ഞു. ഇത്രയും നാളും കുടുംബത്തിന് നേരെ സംശയമുണ്ടായിരുന്നു. പക്ഷെ സംശയം പൂർണ്ണമായിട്ട് ഇല്ലാതെ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇപ്പോഴും ഒരുപാട് സംശയങ്ങളുണ്ട്. സംശയങ്ങൾ ബാക്കി നിൽക്കുന്നതേ ഉള്ളൂ. ടെസ്റ്റ് റിസൾട്ടുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും പ്ലേറ്റ് ഇപ്പോൾ തലകീഴായിട്ട് മറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സന്ദർഭത്തെ നല്ല രീതിയിൽ ഗോപൻ സ്വാമിയുടെ മക്കള് വിനിയോഗിക്കും, അത് ഉറപ്പാണ്. ഇനി പല രീതിയിലുള്ള കാര്യങ്ങളും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളും ആൾക്കാരുടെ ഇടയിലേക്ക് പരത്തുകയും ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ മഹാസമാധി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അവര് ഒരുങ്ങുന്നത്. അപ്പം ഇവിടെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധാരണക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യും. ഇപ്പൊ തന്നെ അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. മാധ്യമങ്ങളോട് അവർ പ്രതികരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഏതായാലും മാധ്യമങ്ങളോട് ആ മകൻ പ്രതികരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് കാണിച്ചു തരാം. മഹാസമാധി 3 മണിക്ക്. പിന്നെ ഈ സമാധി എങ്ങനെയാണെന്ന് സാർ പറയും. സാർ പറയണം. എന്തായാലും എനിക്ക് വേറെ ഒന്നും പറയാനില്ല. സാർ പറയും. അപ്പൊ ഇപ്പോഴേ കുടുംബത്തെ സംശയിക്കുന്ന കുറെ അധികം ദുരൂഹതകൾ മാറിയതായി തോന്നുന്നുണ്ടോ? ഞാൻ പിന്നെ പറയാം. സാർ ഇപ്പൊ പറയും ബാക്കി. ദുരൂഹത മാറിയല്ലോ, മാറി. മൃതദേഹം പുറത്തെടുത്തപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇരുന്ന രൂപത്തിലേക്കാണ് അച്ഛന്റെ മൃതദേഹം ഉള്ളത്. മാറി. എന്നിട്ട് ഓക്കെ സംഭവമൊക്കെ ചേട്ടൻ പറ. അല്ല, വേറൊന്നുമില്ല. നാളെ 3-നും 4-നും ഇടയ്ക്കുള്ള സമയത്താണ് ഈ വിവിധ സന്യാസിമാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒരു മഹാസമാധിയായിട്ട് ഇത് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി പ്രാഥമിക കാര്യങ്ങൾ മറ്റാളുകളോട് വരുമ്പോൾ ഇരിക്കും. ഇതിൽ ഒരു ചെറിയ ഇയാളുടെ പരാതി, ഒരു സിവിൽ കേസുള്ള ഒരാളാണ് ഇതിൽ മാൻ മിക്സിങ് കൊടുത്തത്. ഇവരെ ബന്ധുവൊന്നുമല്ല. എല്ലാ ചാനലും ബന്ധു എന്ന് പറയണമെങ്കിലും ബന്ധുവൊന്നുമല്ല. അപ്പോൾ അത് തന്നെ ഒരു വിരോധം കൊണ്ട് പറഞ്ഞു എന്നുള്ളത് അപ്പോഴേ മനസ്സിലാക്കാമായിരുന്നു. പിന്നെ ഹൈക്കോടതിയിൽ വക്കീലിൻ്റെ ഇതിൽ തന്നെ കേസ് കൊടുത്തു. അത് ഫയലിൽ സ്വീകരിച്ചു. 5 പേർക്ക് നോട്ടീസായി. തിടുക്കം കാണിക്കണ്ടായിരുന്നു. ആ കോടതിയുടെ ഒരു വിധി കൂടി വരണമായിരുന്നു. അപ്പം അവര് സമാധി ഇരുത്തുകയോ മഹാസമാധി ഇരുത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ അവര് മതത്തിന്റെ കാർഡ് ഇറക്കി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കേട്ടു. ഇത്രയും നാളും ആ കുടുംബത്തെ തെറ്റിദ്ധരിച്ചത് കൊണ്ട് തന്നെ ആ കുടുംബത്തോട് മാപ്പ് പറയണം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മഹാസമാധിയിൽ പോയി തൊഴുകയും ചെയ്യണമെന്ന്. അതിന്റെ ആവശ്യമുണ്ടോ? ആ കുടുംബത്തോട് മാപ്പ് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മഹാസമാധിയിൽ പോയി എല്ലാവരും പോയി തൊഴണം എന്ന് പറയുന്നതും എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ തന്നെ ഈ കുടുംബം ഇനി മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നോക്കും. എന്തൊക്കെ പറഞ്ഞാണ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. അതായത് അവരെ മനഃപൂർവ്വം വേട്ടയാടിയതാണ്. ഈ ബന്ധുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തവരൊന്നും തന്നെ ബന്ധുക്കളല്ല. അവിടെ അടുത്തുള്ള മുസ്ലിങ്ങളാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ജെന്യുവിനാണ്. എന്തൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വാദങ്ങൾ ഉന്നയിച്ചാലും അവരുടെ ഭാഗത്ത് യാതൊരു രീതിയിലുള്ള ശരിയുമില്ല. അതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ. അവിടെ പോലീസുകാരായിക്കോട്ടെ, അവിടെ പോയിട്ടുള്ള അധികാരികളായിക്കോട്ടെ, ആരും തന്നെ അവരെ യാതൊരു രീതിയിലും വേദനിപ്പിക്കാതെ, മാക്സിമം അവരെ വേദനിപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. അവർ റിയാക്ട് ചെയ്തിട്ടും അവർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് അവിടെ പോയി കിടന്ന് നിലവിളിച്ചിട്ടും അവരോട് മര്യാദയ്ക്ക് അവരെ അനുനയിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരായിക്കോട്ടെ അധികാരികളായിക്കോട്ടെ നോക്കിയത്. പിന്നെ ഈ സംശയങ്ങൾക്കൊക്കെ കാരണക്കാരായത് അവർ തന്നെയാണ്. ഒരു മനുഷ്യൻ സമാധിയാകുമ്പോൾ, സമാധി എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള സമാധികളുണ്ട്, പല രീതിയിലുള്ള പ്രൊസീജിയറുകളുണ്ട്. സമാധി എന്ന് പറയുമ്പോൾ തന്നെ യൂഷ്വലി സന്യാസിമാരൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സന്യാസി സമാധിയായി എന്ന് കേൾക്കുമ്പോൾ അയാളുടെ താഴെയുള്ള ഇപ്പം അയാൾ ഗുരുവായിരിക്കാം, ഗുരുവാകുമ്പോൾ അയാളുടെ ശിഷ്യന്മാരും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ തന്നെയാണ് അയാളെ സമാധി ഇരുത്തുന്നത്. അതിന് ഒരുപാട് ചടങ്ങുകളുണ്ട്, ഒരുപാട് ആചാരങ്ങളുണ്ട്. ആ ആചാര വിധിപ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ആരെയും അറിയിക്കാതെ മക്കൾ തന്നെ എല്ലാം ചെയ്ത് എല്ലാം മറച്ചു വെച്ച് എല്ലാം ചെയ്തപ്പോൾ തീർച്ചയായിട്ടും സംശയമുണ്ടാകും. അങ്ങനെ സംശയം ഉണ്ടാകുമ്പോൾ, അങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചെയ്തത്. ആരും അവരെ വേട്ടയാടിയിട്ടില്ല. എന്ത് തന്നെയാണെങ്കിലും എന്ത് തന്നെ സാഹചര്യമാണെങ്കിലും നിയമമായിരിക്കണം എപ്പോഴും ഉയർന്നു നിൽക്കേണ്ടത്. എന്ത് ആചാരമാണ് എന്ത് വിശ്വാസമാണ് എന്ന് പറഞ്ഞാലും
സംശയം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ മരിച്ചു, നാച്ചുറൽ ഡെത്ത് ആണെങ്കിലും അയാൾ മരിച്ചു, അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ തന്നെയാണ് അന്വേഷിക്കേണ്ടത്. ആ രീതിയിലുള്ള അന്വേഷണം മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുക. പക്ഷേ ഇവരിനി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഇവരെ ആരെയും മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ടില്ല. അവർ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യാനോ അവരെ ടാർഗറ്റ് ചെയ്യാനോ പോയിട്ടില്ല. അവർ ചെയ്ത തെറ്റിനെയാണ് ടാർഗറ്റ് ചെയ്തത്. അവരാണ് ഈ സംശയങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇനി പിന്നെ ഒരു മനുഷ്യൻ സത്യത്തിൽ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഉടലെടുക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ്. ഒരു മനുഷ്യൻ സാധാരണ രീതിയിൽ ഒരു മനുഷ്യനായിട്ട് ജനിച്ചു, മജ്ജയും മാംസവും ഉള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, കഴിഞ്ഞു. ഈ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവാണ്. ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല. പിന്നെ ആ മനുഷ്യനെ പോയി പൂജിക്കേണ്ടയോ പ്രാർത്ഥിക്കേണ്ടയോ കാര്യമൊന്നുമില്ല. ആ കുടുംബക്കാർ ചെയ്തോട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. ആ കുടുംബക്കാർ വിളക്ക് വെക്കുകയോ പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് വേണേ ചെയ്തോട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ബാക്കിയുള്ളവരും അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. ഈ നാട്ടിൽ പൂജിക്കാനും പ്രാർത്ഥിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാത്തിനെയും നമുക്ക് പൂജിക്കാം. കല്ലിനെയോ മണ്ണിനെയോ എന്തിനെ വേണമെങ്കിലും പൂജിക്കാം. ഒരു പുഴുവിനെ വേണമെങ്കിലും പൂജിക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ മറ്റുള്ളവർ അത് ചെയ്യണം എന്ന് പറയുന്നത് ശരിയല്ല. രാഹുൽ ഈശ്വർ അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെച്ചു, മറ്റുള്ളവർ പോയി അവിടെ തൊഴണം, അങ്ങനെ പറയുന്നത് ശരിയല്ല. അപ്പോൾ ഈ രീതിയിലേക്കാണ് ഇനി കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇത്രയും നാളും അവരെ തെറ്റിദ്ധരിച്ച അവർക്കെതിരെ സംശയം ഉന്നയിച്ച പല ആൾക്കാരും ഇനി അവരോടൊപ്പം തന്നെ ചേരും. ഇനി ഈ രീതിയിൽ തെറ്റിദ്ധാരണ പരത്തി ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇതെന്തോ വലിയ സംഭവമാണ്, ഇതിനകത്ത് എന്തൊക്കെയോ വലിയ ശക്തിയുണ്ട് എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കും. ഇപ്പൊ തന്നെ ഗോപൻ സ്വാമിക്ക് ആവശ്യത്തിൽ കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഒരു പബ്ലിസിറ്റി മുതലെടുത്ത് വലിയ രീതിയിലുള്ള ഒരു മഹാസമാധി ഉണ്ടാക്കുക. പിന്നെ കുറച്ച് കാലക്രമേണ അവിടേക്ക് ആൾക്കാർ വരും, പൂജയും പ്രാർത്ഥനയുമാകും, വലിയ ശക്തിയുള്ള സ്വാമിയാണ് എന്നുള്ള രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ ഈ തെറ്റിദ്ധാരണയിലേക്ക് ചെന്ന് വീഴാതെ ഇരിക്കുക, അവരുടെ മാനിപ്പുലേഷനിലേക്ക് ചെന്ന് വീഴാതെ ഇരിക്കുക. ഇവിടെ ആരും തന്നെ അവരെ വേട്ടയാടിയിട്ടില്ല. നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു നിയമമുണ്ട്, അതെല്ലാവരും മറന്നു പോകാതെ ഇരിക്കുക, അത് മനസ്സിലാക്കുക. നോർമലായിട്ടൊരു സർക്കംസ്റ്റാൻസിൽ ഒരു വ്യക്തി മരണപ്പെട്ടു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ പ്രൊസീജിയറിലൂടെയാണ് ആ സംശയങ്ങൾ ആൾക്കാർ മാറ്റുന്നത്. കോടതിയിൽ പോയി കഴിഞ്ഞാലും കോടതി ഇത് തന്നെ പറയത്തുള്ളൂ. കോടതിയാണല്ലോ ഇപ്പോൾ പറഞ്ഞത്, കുടുംബത്തോട് കോടതിയാണല്ലോ പറഞ്ഞത്. ഇനിയും സംശയങ്ങൾ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും മക്കൾ പറയുന്ന പല കാര്യങ്ങളിലും സംശയമുണ്ട്. അയൽവാസി തന്നെ പറയുന്നുണ്ട്, യേശുദാസ് എന്ന് പറയുന്ന ഒരു അയൽവാസി, അദ്ദേഹം പറയുന്നു വർഷങ്ങളായിട്ട് കിടപ്പായിരുന്നു, കിടക്കെ തന്നെയാണ് അദ്ദേഹം എല്ലാം ചെയ്തിരുന്നത്. അങ്ങനെയുള്ള വ്യക്തി ഒരു സുപ്രഭാതത്തിൽ രാവിലെ കുളിച്ചൊരുങ്ങി അവിടെ പോയി ഇരുന്നു എന്നാണ് ഇപ്പോഴും മക്കൾ പറയുന്നത്. മക്കൾ രണ്ടുപേരും പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഒരേ വീട്ടിൽ താമസിക്കുന്ന രണ്ട് മക്കളും പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. അമ്മ പറയുന്നത് വേറൊരു കാര്യമാണ്. എന്നിട്ട് വക്കീൽ പറയുന്നത് കേട്ടു അവരുടെ സാധാരണ ഭാഷയിലാണ്. എല്ലാവരും സാധാരണ ഭാഷയിൽ തന്നെ സംസാരിക്കുന്നവരാണ്. ഈ മാധ്യമപ്രവർത്തകരൊക്കെ മാത്രമാണ് അസാധാരണ ഭാഷയിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അച്ചടി ഭാഷയിലൊക്കെ സംസാരിക്കുന്നത്. സാധാരണ ഭാഷയിൽ സംസാരിച്ചാൽ മതി. പക്ഷെ സാധാരണ ഭാഷയിൽ അവർ സംസാരിച്ച കാര്യങ്ങളിൽ എല്ലാവരും സംസാരിച്ചപ്പോൾ വൈരുദ്ധ്യമുണ്ട്. സ്ക്രിപ്റ്റ് അങ്ങോട്ട് ഒത്തുപോകുന്നുണ്ടായിരുന്നില്ല. അതാണ് ആദ്യം തന്നെ സംശയം ഉണ്ടാകാൻ കാരണം. നാട്ടുകാരൊന്നടങ്കം പറയുന്നുണ്ട് വയ്യാതെ കിടന്ന മനുഷ്യനാണ്, വയ്യാതെ കിടന്ന മനുഷ്യനാണ്. വയ്യാതെ കിടന്ന മനുഷ്യൻ, ഒരു സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന ഒരു മനുഷ്യൻ അവിടെ തന്നെ പോയി ഇരുന്നു എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഇനിയും ബാക്കിയുള്ള ടെസ്റ്റുകളുടെ റിസൾട്ട് വരാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പോരെ ഈ കാര്യങ്ങൾ, ഈ തെറ്റിദ്ധാരണ പരത്തലൊക്കെ. അപ്പൊ ഇപ്പൊ എന്തായാലും മക്കളുടെ ഉദ്ദേശം നടന്നു. അച്ഛനെ വെച്ച് കാശുണ്ടാക്കാനും ബിസിനസ് ഉണ്ടാക്കാനുമാണ് മക്കൾ വിചാരിച്ചിരുന്നത്. അതേതായാലും നടന്നു. അപ്പൊ ഈ തെറ്റിദ്ധാരണയിലേക്ക് ആരും പോയി വീഴാതെ ഇരിക്കുക. നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടന്നത് എന്ന് മനസ്സിലാക്കുക. ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരങ്ങൾ കിട്ടും. പക്ഷെ ആ ലോജിക്കലി ചിന്തിക്കത്തില്ല പല ആൾക്കാരും. ഇങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുമ്പോഴേക്കും ഹിന്ദുക്കളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്, ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങൾക്കും എഗിനസ്റ്റ് ആയിട്ട് നിന്നു. ഇവിടെ ആരുടെയും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എഗിനസ്റ്റ് ആയിട്ട് നിന്നിട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ നിയമം അത് ഫോളോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.